നമസ്കാരം. പാകിസ്ഥാൻ, UAE, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ ഒരു സീരീസ് നടക്കുന്നുണ്ട്. 7 മാച്ചുകളാണ്. ഏഷ്യ കപ്പിന് മുമ്പാണ് ഈ സീരീസ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സീരീസിലുള്ള മാച്ചസ് ഒരു അത്യാവശ്യം കവർ ചെയ്ത് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം ഏഷ്യ കപ്പിന് മുമ്പായിട്ട് പാകിസ്ഥാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ ബോളേഴ്സ് ബാറ്റിംഗ് ഒക്കെ ഏത് നിലയിൽ വന്ന് നിൽക്കുന്നു, പുതിയൊരു ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിസ്വാൻ ഇല്ല, അതുപോലെ തന്നെ ബാബർ അസം ഇല്ല. അപ്പോൾ അവരുടെ പുതിയ ഒരു ഫ്രഷ് യങ് ടീമാണ്. അതെങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കളികൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഒരു സ്ട്രോങ് ടീമാണ്, പ്രത്യേകിച്ചും T20. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഉണ്ടെന്നും അറിയാനായിട്ട് പറ്റും. ഇതേ സെയിം ടൈമിൽ തന്നെ ശ്രീലങ്ക, സിംബാബ്വെ ഒരു സീരീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ODI മാച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 3 T20 മാച്ചും ഏഷ്യ കപ്പിന് മുമ്പായിട്ട് നടക്കുന്നുണ്ട്. സോ ഈ മാച്ചസൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയുണ്ട് ഈ ടീമുകളൊക്കെ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഇന്ന് 2 മാച്ച് നടന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നത് പാകിസ്ഥാൻ vs അഫ്ഗാനിസ്ഥാൻ ആണ്. അതിനകത്ത് പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 182 എന്ന് പറഞ്ഞൊരു സ്കോർ മുന്നിലോട്ട് വെച്ചു അഫ്ഗാനിസ്ഥാൻ ചേസ് ചെയ്തു, പക്ഷേ അങ്ങോട്ട് എത്തിയില്ല. അപ്പോൾ അതാണ് പാകിസ്ഥാൻ്റെ ബാറ്റിങ്. അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി അഖ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്ത് ഒരു 50 അടിച്ചു. അതുപോലെ തന്നെ കുറച്ച് ചെറിയ പെർഫോമൻസസ് ഒക്കെ വന്നു. അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചേസ് ചെയ്ത സമയത്ത് ഗുർബാസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്തു. അതിനുശേഷം വന്നിട്ടൊരു പെട്ടെന്നൊരു കൊളാപ്സിലേക്ക് പോയി. അവരിങ്ങനെ നല്ല രീതിയിൽ വന്നിട്ടൊരു 14th ഓവർ കഴിഞ്ഞപ്പോഴത്തെ ഒരു കൊളാപ്സിലേക്ക് പോയി. 4 വിക്കറ്റ് 4 റൺസ് എടുക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മുടെ റാഷിദ് ഖാൻ്റെ ഒരു ക്യാമി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു, അടിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ രക്ഷിച്ചെടുക്കാൻ റാഷിദ് ഖാന് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലിയൊക്കെ 53 റൺസാണ് അടിച്ചത്, 36 ബോളിൽ. അതുപോലെ തന്നെ സഹിബ് സാദ ഫർഹാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പണർ ബാറ്റ്സ്മാൻ 21 അടിച്ചു, 10 ബോളിൽ. ഫക്കർ സമാൻ തിരിച്ച് ടീമിലേക്ക് വന്നിട്ടുണ്ട്, 20 റൺ അടിച്ചു, 17 ബോളിൽ. മുഹമ്മദ് നവാസ് അവസാനം വന്നിട്ടൊരു ചെറിയ ക്യാമിയ ഒളിച്ച് 21 റൺസ് അടിച്ചു, 11 ബോൾ ചെയ്ത്. അതുപോലെ തന്നെ ഫഹീം അഷ്റഫ് എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ 5 ബോളിൽ 14 റൺ അടിച്ചു. സോ അവസാനം ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ടായിരുന്നു പറഞ്ഞ ഇതാണ്. ഇനി തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഗുർബാസ് 38 റൺ അടിച്ചു, 27 ബോളിൽ. അതുപോലെ തന്നെ സെദിഖുല്ല അത്തൽ 23 റൺസ് അടിച്ചു. അബ്ദുൾ റസൂലി എന്ന് പറഞ്ഞ പ്ലെയർ 21 റൺസ് അടിച്ചു. റാഷിദ് ഖാൻ 39 റൺ അടിച്ചു, 16 ബോളിൽ. സോ ഇതാണ് കളിയുടെ ഒരു മൊത്തത്തിൽ. റാഷിദ് ഖാൻ്റെ കളി അടിപൊളിയായിരുന്നു. കിട്ടില്ല സിക്സസ്, നോ ലുക്ക് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി കളിയായിരുന്നു. എന്തായാലും ഇന്നത്തെ മാച്ച് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ടീം അത്ര മോശമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് ബോളിങ്ങിൽ ഷൈൻ ഷാഫ്രീദി ഒരു ഇൻസ്വിങ്ങിങ് യോർക്കറൊക്കെ എറിഞ്ഞു, പഴയതുപോലെ 2 വിക്കറ്റ് ഇട്ടു അഫ്രീദി. അതുപോലെ തന്നെ റൌൾഫ് 4 വിക്കറ്റ് ഇട്ടു. അതുപോലെ തന്നെ നവാസ് 2 വിക്കറ്റ് ഇട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോളിംഗ് പെർഫോമൻസ്. അങ്ങ് ഫ്രഷ് ആയിട്ടുള്ള പുതിയ മുഖങ്ങൾ ബാറ്റിങ്ങിൽ അത്യാവശ്യം പിഞ്ച് ഹിറ്റിംഗ് ഒക്കെ. സൈം അയൂബിനെ നോട്ട് ഔട്ട് വെച്ചു. സൈം അയൂബ് പണ്ടേ കുറച്ച് നാളായിട്ട് പാകിസ്ഥാന് വേണ്ടി പെർഫോം ചെയ്യുന്നൊരു പ്ലെയറാണ്, നല്ലൊരു പ്ലെയറാണ്. ഇന്ന് പെർഫോം ചെയ്തില്ല, പക്ഷേ അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് എന്തായാലും പാകിസ്ഥാനുണ്ട്. സോ ഓൺ എ ഗിവൺ ഡേ അവർക്ക് നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും ഏതൊരു ടീമിനെയും. ഇന്ത്യയുടെ ടീം ഇതുമായിട്ട് കമ്പാരിസണേ ഇല്ല. അത് വലിയ വ്യത്യാസമാണ്. എങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് എ ബാഡ് ടീം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. പക്ഷേ കോൺഫിഡൻസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഈ കൊളാപ്സ് ഒക്കെ ആവുന്ന പ്രശ്നം. ഇന്നത്തെ മാച്ചിൽ തന്നെ നന്നായിട്ട് കളിച്ച് വന്നിട്ട് കൊളാപ്സ് ആയി പോകുമായിരുന്നു. സോ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒക്കെ വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഒരു വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അവരുടെ സൂപ്പറായിട്ടുള്ള ബാറ്റിംഗ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് ചെറിയ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടു. റാഷിദ് ഖാനൊക്കെ സോളിഡായിട്ട് അതിൻ്റെ താഴെയുണ്ട്. മുഹമ്മദ് നബി ഇന്നത്തെ മാച്ചിൽ ഒന്ന് അവിടെ നിന്ന് റാഷിദ് ഖാനെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ അടുത്തോട്ട് തന്നെ ചിലപ്പോൾ ഈ മാച്ച് ജയിക്കാനും സാധ്യത ഉണ്ടായിരുന്നു. ഇനി ശ്രീലങ്ക vs സിംബാബ്വെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും നല്ലൊരു ടൈറ്റ് മാച്ചായിരുന്നു. ശ്രീലങ്ക 298 അടിച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട്. രണ്ടാമത് ബാറ്റ് ചെയ്ത സിംബാബ്വെ 291 റൺസ് അടിച്ചു. 7 റൺസിൻ്റെ വ്യത്യാസത്തിനാണ് കളി പരാജയപ്പെട്ടത്. നല്ല ബാറ്റിംഗ് പെർഫോമൻസ് ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 10 നിസംഗ 76 റൺ അടിച്ചു. അതുപോലെ ലിയാനഗെ എന്ന് പറഞ്ഞൊരു പ്ലെയർ 70 റൺ അടിച്ചു. കമൻഡോ മെൻഡിസ് 57 റൺ 36 ബോളിൽ അടിച്ചു. അതാണ് ശ്രീലങ്കയുടെ ബാറ്റിംഗ് പെർഫോമൻസ്. തിരിച്ച് സിക്കന്ദർ റാസ 92 റൺ അടിച്ചു, അടിപൊളി പെർഫോമൻസ് ഉണ്ട്. ബെൻ കുരൻ നമ്മുടെ സാം കുരൻ്റെ ബ്രദറാണ്, 70 റൺ അടിച്ചു, നല്ല പെർഫോമൻസ് ആയിരുന്നു. സീൻ വില്യംസ് 57 റൺസ് അടിച്ചു. സോ സിംബാബ്വെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു, പക്ഷേ ശ്രീലങ്ക എവൻച്വലി വിൻ ചെയ്തു. ഇനി നമ്മൾ KCLലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏരീസ് കൊല്ലം ആൻഡ് തൃശ്ശൂരായിട്ടുള്ള മാച്ചിൽ ഏരീസ് കൊല്ലം വിജയിച്ചു. അതുപോലെ തന്നെ ആലപ്പി റിപ്പിൾസ് ആൻഡ് കാലിക്കറ്റ് ഗ്ലോബൽസുമായിട്ടുള്ള മാച്ചിൽ ആലപ്പി റിപ്പിൾസ് 2 വിക്കറ്റിന് അവസാനം ജയിക്കുന്നുണ്ട്. അതിനകത്ത് കൊല്ലവും തൃശ്ശൂരായിട്ടുള്ള മാച്ചിൽ കൊല്ലം ചേസ് ചെയ്യുന്ന സമയത്ത് 13 ഓവറായിരുന്നു മാച്ച്. ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, സജീവൻ അഖിൽ എന്ന് പറഞ്ഞിട്ട്. 44 ബോളിൽ 12 റൺ അടിച്ചു. ഒരു രക്ഷയില്ലാത്ത അടി. 4 6 ആണ്. പെട്ടെന്ന് കൊല്ലത്തിൻ്റെ കയ്യിൽ കളിയേ ഇല്ലാതിരുന്ന ഒരു സമയത്ത് വന്നിട്ട് 4 6 അടിച്ചിട്ട് കളി തിരിച്ചു പിടിച്ച് അവസാനം അടിച്ച് ജയിപ്പിച്ചിട്ട് പോയി. സൂപ്പർ കളിയായിരുന്നു.
സൂപ്പർ മാച്ചായിരുന്നു. സോ അതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു ഓൾറൗണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഏഷ്യ കപ്പിലേക്കുള്ള ബിൽഡപ്പ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെ UAE മാച്ച് കളിക്കുന്നുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവിടെ ഒരു 7 മാച്ച് അത്യാവശ്യം ഒരു 2-3 മാച്ച് ഏഷ്യ കപ്പിന് മുമ്പ് കിട്ടും. ഇന്ത്യ നേരെ വന്ന് ഏഷ്യ കപ്പിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമില്ല, കാരണം കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ അവിടെ ഇന്ത്യ കളിച്ചതാണ്. എങ്കിൽ പോലും ഒരു റീസെൻറ്റ് അവർക്ക് അവിടെ കളിക്കാനുള്ളൊരു അവസരമുണ്ട്. അവരെല്ലാം വാമപ്പായാണ് നിൽക്കുന്നത്. ശ്രീലങ്ക സിംബാബ്വേയായിട്ട് കളി നടക്കുന്നു, അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഒരു കളി നടക്കുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് മാച്ച് നടക്കണം, പാകിസ്ഥാൻ ഇന്ത്യ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ഒരു കോമ്പറ്റീഷൻ തരാനായിട്ട് ഇവർക്കെല്ലാം പറ്റണം. എങ്കിലേ ഏഷ്യ കപ്പ് കാണാൻ ഒരു രസമുള്ളൂ. ഇന്ത്യ ഒരു ഏകപക്ഷീയമായിട്ട് ജയിക്കുന്നതാണ് എന്തായാലും താല്പര്യമില്ല. നല്ല ടഫ് കോമ്പറ്റീഷൻ എന്തായാലും വരണം. അപ്പോൾ ഇനിയുള്ള പാകിസ്ഥാൻ്റെ, അഫ്ഗാനിസ്ഥാൻ്റെ, ശ്രീലങ്കയുടെ, ബംഗ്ലാദേശിൻ്റെ മാച്ചെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇവരൊക്കെ ഏത് രീതിയിൽ എവിടെയൊക്കെ എങ്ങനെ റെഡിയായി വരുന്നു എന്നുള്ളത് ഏഷ്യ കപ്പിലേക്കുള്ളത്. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നത് വരെ ബൈ.